ഹലോ ഗൈസ്, വ്ലോഗ്സ് ഫ്രോം യൂറോപ്പ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ദിവസം. കാരണം ഗ്രാജുവേഷൻ്റെ ആണ്. 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ഗ്രാജുവേഷൻ. എൻ്റെ ഒരു ഫ്രണ്ടും നമ്മൾ രണ്ടുപേരും 3 വർഷം എടുത്തിട്ടാണ്. ഇവൻ്റെ ഒപ്പം പഠിച്ചാണ് മനു. ഇവനാണ് ആദ്യം തുടക്കം തൊട്ടുള്ള വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവൻ ഓൾറെഡി കഴിഞ്ഞ വർഷം തന്നെ പാസ്സായി. ഇവനും പാസ്സായി. ഇവരെല്ലാവരും വർക്ക് വിസയിലാണ്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ അതെ, ഇവരൊക്കെ ബാച്ചിലേഴ്സ് ചെയ്യുന്നു. ഇങ്ങോട്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. அக்ஷய் ரொம்ப நாளாக யூடியூப்பில் வீடியோக்கு வந்து சப்போர்ட் பண்ண சொல்லிச்சு. இன்டர்வியூ கேட்டிருக்கேன். நாங்கள் ஒன் இன் இங்கிலீஷ் or தமிழ் or மலையாளம். You can say in any word. So after there is a fate. It's RTU's 150 graduation day and we guys are going to graduate on the same day. This is called fate. നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിൻ്റെ ഇത് തുടങ്ങി. നമ്മളെല്ലാവരും പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കണക്കിൽ മുടി പിളിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവടിലും തീയിൽ വാർത്തെടുത്തു വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു 4 വീക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതനെ. അപ്പൊ നമ്മള് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്ക് പോണേണ്. നമ്മളൊരു സമ്മർ ഹൗസ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഏകദേശം 8 പേര് ഇപ്പൊ കറന്റ് ഉണ്ട്. ബാക്കി വഴിയുണ്ട്. അപ്പൊ നമ്മള് ഫാം ഹൗസ് സമ്മർ ഹൗസ്. അപ്പൊ അത് ഇവിടെ നമ്മളൊരു മറ്റേ കോഴിയും മറ്റേ ആടും എല്ലാം ഉള്ള സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗ്യാങ് സ്ക്വാഡ്. ബാക്കി 2 പേരും കൂടെ ഉണ്ട് വഴിയെ. രാമത്താസിലോട്ട് കയറുന്നു. നമ്മള് സമ്മർ ഹൗസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഞാനത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാട്ടാ. വേറെ ഗ്രീനറിയും ചെമ്മരിയാടും പട്ടിയും പൂച്ചയും കോഴിയും ഒക്കെയുള്ള ഒരു സമ്മർ ഹൗസ്. സ്കൂൾട്ടെ എന്ന അതിമനോഹരമായ ഗ്രാമത്തിലൂടെയുള്ള ഒരു യാത്ര. ഷട്ടിൽ ബാറ്റും എല്ലാം എടുത്തിട്ടുണ്ട്. സാധനങ്ങളും. അപ്പൊ ഇതാണ് ആൻഡ്രസ് എന്ന് പറഞ്ഞ ആള്. പുള്ളിക്കാരൻ്റെ വൈഫാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുടിലോട്ട് പോകുന്നു. ഗ്രില്ലടിക്കാനുള്ള സെറ്റപ്പുകൾ. അതെ, ക്യാമ്പ് ഫയർ ആയിരുന്നു. അപ്പൊ ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ്. നമ്മൾ ആ കുടിലോട്ടാണ് പോണ. അപ്പൊ ഇതാണ് നമ്മുടെ ഫാം ഹൗസ് വന്നത്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് അടിച്ചു പൊളിക്കാൻ വന്ന ഫാം ഹൗസ് ഇതാണ്. തൊട്ടിപ്പുറത്ത് പോകുന്നുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ ഷെഫ് എബി. ആള് നമ്മള് ചിക്കൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണം. ഇനി ഞാൻ അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. 1 മിനിറ്റ്. അപ്പൊ ഇതാണ് വീടിന്റെ എൻട്രൻസ്. ബട്ടർഫ്ലൈ കൊള്ളാലോ സംഭവം. അപ്പൊ ഇവിടെ നമ്മള് വിഷ്ണുവും അഖിലേച്ചിയും കൂടെ ബ്രെഡ് ഓംപ്ലേറ്റും സാധനങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നത്. ഇതാണ് നമ്മുടെ ഹോള്. TV വന്നുണ്ട്. പിന്നെ അതേ മനു ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൗന വന്നുണ്ട്, കണ്ടോ. പിന്നെ വാഷ്റൂം ഇവിടെ. റൂമെല്ലാം വന്നത് പൊക്കത്താണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂമൊക്കെ വന്നത്. പിന്നെ അടിയിലും ഒരു റൂമുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വ്യൂ. ഇങ്ങനെ നോക്കുമ്പോൾ പുറത്ത് ഫാം ഹൗസ് കാണാം. ഇതാണ് മൊത്തത്തിലുള്ള സെറ്റപ്പ്. അടിപൊളിയാണ്, കാണാനെല്ലാം ഭംഗിയാണ്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇന്ന് ലിഗോയാണ്. ഇത് ഏകദേശം എടുത്തത് ഒരു 270 യൂറോയ്ക്കാണ്. സത്യം പറഞ്ഞാൽ നമുക്കറിയാം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ലിഗോൻ്റെ ഡേ ആയതുകൊണ്ടെല്ലാം കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് എടുത്തത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ
കാര്യങ്ങൾ. പിന്നെ ജക്കൂസി വന്നിട്ടുണ്ട്, പിന്നെ ഒരു റൂം അടിയിലും വന്നിട്ടുണ്ട്. പിന്നെ ലിഗോയൊക്കെ അല്ലേ, നല്ല വെയിലാണ്. ഇതാണ് നമ്മുടെ കുളക്കര. പിന്നെ അവിടെ മറ്റേ ഷീപ്പ്, പിന്നെ കോഴികൾ, അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഹട്ടിൻ്റെ ഫാം ഹൗസിൻ്റെ സെറ്റപ്പ്. ഊഞ്ഞാലും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് വോളിബോൾ കളിച്ച് അല്ലേ, ഷട്ടിൽ കളിച്ചു, ഒളിച്ചുപാത്തും കളിച്ചു. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വോളിബോൾ കളിച്ചു. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആടണേണ്. അവിടെ ഞങ്ങളുടെ മെയിൻ ഷെഫ് എബി കടയും ഞാനിങ്ങനെ ആടുമ്പോൾ കറക്റ്റ് പിടിക്കാൻ പറ്റും. അവിടെ ഇരുന്ന് കിട്ടി അവിടെ ഇരുന്ന് ബാർബിക്യൂ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ. വളരെ പ്ലസന്റ് ആയ ഒരു ദിവസം, നല്ല സൂര്യന്റെ കിരണങ്ങൾ കൊണ്ട് പുളകിതമായ ദിവസം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോണ്ടിലിറങ്ങി നീരാടും. അത് കഴിഞ്ഞ് ജക്കൂസിയിൽ നിന്ന് ഒന്നിരിക്കും. അതാണ് പരിപാടി അല്ലേ. ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. ബാക്കി വഴിയേ അതിമനോഹരമായ ഫീൽഡ്, ഗ്രാമവീതി. പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ഇവര് കപ്പലിന് പോകുന്നു, ഇവിടെ ഇവര് ഫുട്ബോൾ കളിക്കുന്നു. അയ്യോ അങ്ങനെ ചൊരായ കാണിക്കോ ബാ. അവിടെ രണ്ടുപേരും കൂടെ കപ്പലിൽ പോണു. ഇവിടെ ചെമ്മരിയാടുകളും പിന്നെ കോഴികളും പിന്നെ 2 വേറെ ഫാം ഹൗസുകളും പിന്നെ എല്ലാവരും ഉണ്ട്. മറ്റേ മങ്കി കളിക്കുന്നത്, മങ്കി ബാ. സമയം ഏകദേശം 10 മണിയായി. സാധനം നമ്മൾ സെറ്റ് ചെയ്തു. ഇവിടെ പിള്ളേർ ഷട്ടിൽ കളിക്കുന്നു. അങ്ങനെ അതിമനോഹരമായ നഗരത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ പൂവുകൾ പൂക്കും, തേനുകൾ നുകരും. നമ്മളൊരു ഈവനിങ് സമയമായി, ഒരു 10 മണി. കൊളക്കര നമ്മൾ ഒരു വളരെ മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പരപരാന്ന് പറഞ്ഞ് അസ്തമിച്ചുകൊണ്ടിരിക്കണം. എന്താ രസമല്ലേ. പിന്നല്ല, അത്രേ ഉള്ളൂ ലൈഫ്. അപ്പൊ ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കാൻ പറ്റിയ കാലത്ത് നമ്മൾ അടിച്ചു പൊളിക്കുക. അപ്പൊ സമയം ഇപ്പൊ 4:30 ഏകദേശം. ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ നിൽക്കണേണ്. റിഗയിൽ വന്നിട്ട് ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ വൈകി കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു ലൈഫ്. ഈ ഒരു സൺറൈസ് സ്ഥലം, വീട്, ഫാമിലി. എന്താണ് മയങ്ങാൻ എന്താണ് നമ്മുടെ സമ്മർ ഹൗസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നാളത്തേക്ക് ശേഷം ഇട്ട വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് അക്ഷയ് സൈനിങ് ഔട്ട്.